മഞ്ജു പറഞ്ഞു വന്ന ഇതാണ്. അപ്പൊ ഇവർക്കൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന്. അതൊക്കെ നിർത്തി നിങ്ങളിപ്പോ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണെന്നാണ് മഞ്ജു പറഞ്ഞത്. കോക്കിന് എന്താണ് പറയാനുള്ളത്? അല്ല, മഞ്ജു പറഞ്ഞ കാര്യം എന്നെക്കുറിച്ചല്ല പറഞ്ഞത്, ആറാട്ടനെ പോലുള്ള ആൾക്കാരായിരിക്കും. അതായത് തിയേറ്ററിൽ പോയിട്ട് വനിതയിൽ പോയിട്ട് ഇന്റർവെല്ലിൽ വന്ന് റിവ്യൂ പറയുക, പിന്നെ സിനിമ കഴിഞ്ഞ ഉടനെ വൈത്തൂന്ന് വിളിച്ച് പറയുക. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്. ഞാൻ ഇന്ന് തന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ ഞാൻ രാവിലെ കണ്ടതാണ്. ഞാൻ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല. എനിക്ക് പെട്ടെന്ന് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വന്ന ഉടനെ തന്നെ റിവ്യൂ ചെയ്യാം. ഞാനത് പതുക്കെ ടൈം എടുത്ത് ഞാൻ രാത്രി പതുക്കെ ഇടുള്ളൂ. അപ്പോൾ അതായത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥാപിത താല്പര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് മഞ്ജു പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെതായ സ്റ്റൈലുണ്ട്. അതിൽ ഞാൻ പറയും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അത് എൻ്റെ സ്റ്റൈല് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കഫ്കയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പല തെറ്റ്. ഏതാ മലയാളി ഫ്രം ഇന്ത്യ പോളിയുടെ ചിത്രവും ഞാൻ പി ആർ വർക്ക് ചെയ്തതാണെന്ന്. ഓ നല്ലത് ആയിക്കോട്ടെ. അപ്പോൾ ഈ ഫെഫ്കയുടെ കാര്യം പറഞ്ഞത് കുറേ സമയത്ത് ഇവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതായത് റിവ്യൂസ് കാരണമാണ് സിനിമ പിന്നെ പരാജയപ്പെടുന്നത്. അതുപോലെ തന്നെ സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഡയറക്ടേഴ്സിനും അതുപോലെ റൈറ്റേഴ്സിനൊക്കെ ഒരു എളുപ്പപ്പണിയുണ്ട്, ഒരു ഡിഫൻസ് മെക്കാനിസം. അതായത് സിനിമ നല്ലതായിരുന്നു, റിവ്യൂസാണ് പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞ് കൈ കഴുകുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ ഇപ്പം നിന്ന്. കാരണം ഇഷ്ടംപോലെ സിനിമകൾ വിജയിച്ചപ്പോൾ കഴിവുള്ളവർക്ക് നല്ല പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഫീൽഡിൽ പിടിച്ചെടുക്കാൻ പറ്റൂ. അത് ഏത് ഫീൽഡിലും അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും സീരീസ് ഓഫ് സിനിമകൾ ഹിറ്റായത് അത്രയും കഴിവുള്ള ആളുകൾ, നേരത്തെ ചന്ദ്രശേഖർ സാറ് പറഞ്ഞ പോലെ ഇത്രയും ആളുകൾ നല്ല രീതിക്ക് അത്രയും ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടും അതിൽ പൂർണ്ണമായ ആത്മാർത്ഥമായിട്ടും അവർ എഫേർട്ട് ഇടുന്നതുകൊണ്ടാണ് സിനിമ വിജയിക്കുന്നത്. പിന്നെ സിനിമയുടെ മാറിയ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോഴൊരു വാർപ്പ് മാതൃകയില്ല. അതായത് ഒരു ടിപ്പിക്കൽ സ്റ്റീരിയോടിപ്പിക്കൽ സ്ട്രക്ചറിനകത്തല്ല സിനിമ ചെയ്യുന്നത്. ഇപ്പോൾ ബ്രഹ്മയുഗം പോലത്തെ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നു. അതിൽ മമ്മൂട്ടി പിന്നെന്താ നന്മ നിറഞ്ഞ നായകനല്ല. അദ്ദേഹം ചെയ്തിരിക്കുന്നത് അത്രയും ഡെവലിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ആവേശത്തിൽ ഫഹദ് ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് നന്മപരമേ അല്ല. പുള്ളി അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഗാങ്സ്റ്റയാണ് പുള്ളി അതിനകത്ത്. അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സിനെ, അത്തരം പ്രൊട്ടഗണിസ്റ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് കഴിവാണ്, സിംപ്ലി കഴിവാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ നിസാം ബഷീറിൻ്റെ പടം റൊഷാർക്ക്, അതിലും മമ്മൂക്ക ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ പടം. അപ്പോൾ ഇതിൽ വലിയ ഫാക്ടറുണ്ട്. മമ്മൂക്ക അതിൽ ശരിക്കും വലിയൊരു ഫാക്ടറാണ്. കാരണം ഇത്രയും ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരാൾ ഇത്തരം പടങ്ങൾ നിരന്തരം ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ യുവതാരങ്ങൾ ചെയ്യുന്നു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇനി ലാലേട്ടൻ കൂടെ ഓണാവണം ഈ ഒരു പരിപാടിയിലേക്ക് എന്നാണ് ആഗ്രഹിക്കുന്നത്. ശരി, ചന്ദ്രശേഖർ സാർ, നമ്മളിപ്പോൾ ഈ റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈ എല്ലായിടത്തും മാറ്റങ്ങൾ വന്നിട്ടുള്ള സിനിമ നിരൂപണത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? സാറിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? നിരൂപണത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. അപ്പം നിരൂപിക്കണമെങ്കിൽ സിനിമ വേണം. അതുകൊണ്ട് സിനിമയെ തകർത്തുകൊണ്ടുള്ള ഒരു നിരൂപണം എന്ന് പറഞ്ഞ് മോശം എന്ന് പറയേണ്ട എന്നല്ല, പക്ഷെ പറയുന്നതിന് ദർ ഇസ് എ വെയിറ്റ് ഇൻ ഡൂയിങ് തിങ്സ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇഷ്ടമില്ലാത്ത സിനിമയെക്കുറിച്ച് മൗനം ഒരു പൊളിറ്റിക്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിശബ്ദത എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്സ് ആണ്. അപ്പം എൻ്റെ ഫേസ്ബുക്കിലൊക്കെ, ഫേസ്ബുക്കാരനാണ് ഞാൻ പുതിയ വസന്തത്തിൻ്റെ ആളാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നും വരുന്ന ആളല്ല, എൻ്റെ തലയൊക്കെ കണ്ടാൽ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു സിനിമയെക്കുറിച്ച് എഴുതാതെ വിടുന്നതാണ് എൻ്റെ നിരൂപണം. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ. പക്ഷെ കാണുന്നവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇതൊരു പ്രോഡക്റ്റ്. നമ്മൾ വേറെ ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? ഹോർലിക്സിനെതിരെ ഇപ്പോൾ ഞാൻ ബ്രാൻഡ് പറയുകയല്ല, ഒരു നടപടി വന്നു. പക്ഷേ അത്തരത്തിൽ നമ്മൾ മറ്റ് പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുന്നില്ല. ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം പണച്ചെലവുണ്ടാവുന്ന, വളരെയധികം മൂലധനം നിക്ഷേപിക്കുന്ന, ഒരുപാട് പേരുടെ എഫേർട്ടുള്ള, ഒരുപാട് പേരെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ജോലി മീൻസ് അവരുടെ ഒരു ഏണിംഗ് ഉണ്ടാക്കുന്ന ഒരു വ്യവസായമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യവസായത്തെ തകർക്കാതെ അതേസമയം അതിനെ നേരത്തെ ബിന്ദു പറഞ്ഞതുപോലെ അതിനെ നമുക്ക് കുറച്ചുകൂടി നേർവഴിക്ക് നയിക്കുക എന്നുള്ളൊരു രീതിയിലായിരിക്കണം നിരൂപണം എന്നുള്ളതാണ്. ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. എനിക്കൊരു ചോദ്യം അവിടെ വന്നതുകൊണ്ട്, അതൊരു ഉത്തരവാദിത്വം ആ സിനിമ ഇൻഡസ്ട്രിയോടുള്ള ഉത്തരവാദിത്വമാണല്ലോ തീർച്ചയായിട്ടും. അതേ ഉത്തരവാദിത്വം ഈ കാണുന്ന പ്രേക്ഷകനോട് നിരൂപകന് വേണ്ടേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് നമുക്കത് ചെയ്യാൻ രണ്ട് രീതിയുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ നമുക്ക് തെറി വിളിച്ചുകൊണ്ട് ആളെ കൂട്ടി വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് നിശബ്ദതയോട്. ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് ഒരു സിനിമയെക്കുറിച്ച് പറയാത്തത്. അപ്പോൾ അത് നല്ലതല്ല എന്നുള്ള നമ്മളെ സന്ദേശം കൊടുക്കുന്നു. പക്ഷേ എൻ്റെ നല്ലതായിരിക്കണം എന്നില്ല വേറൊരാളുടെ നല്ലത്. ഇപ്പോൾ വേറൊരാൾക്ക് ഇഷ്ടപ്പെടാം. അപ്പൊ ഇത് ആസ്വാദനം എന്ന് പറയുന്നത് എപ്പോഴും പേഴ്സണലാണ്, വൈയക്തികമാണ്. അതൊരു ബ്രോഡർ സാധനമല്ല.
എന്ന് പറഞ്ഞിട്ട് സിനിമ എന്തുകൊണ്ട് പൊളിയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നോവൽ വായിക്കുന്നത് പോലെയോ സാഹിത്യം വായിക്കുന്നത് പോലെയോ അല്ല സിനിമ. അത്ര പേഴ്സണൽ അല്ല. നമ്മളൊരു വലിയ ഹാളിലിരുന്ന് എല്ലാവരോടും ഒപ്പം ചേർന്ന് എൻജോയ് ചെയ്യുന്നത്. അതിനകത്ത് വേറെ ഒരു സൈക്കാണ്, മാസ് സൈക്കാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അത് ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ എത്രയോ സിനിമ നമ്മളിപ്പോൾ നിങ്ങളുടെ തലമുറ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന പത്മരാജന്റെ തൂവാനത്തുമ്പികൾ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ കാലത്ത് സക്സസ് ആയ സിനിമയല്ല, ഓർക്കണം. ഇറങ്ങിയ കാലത്ത് പരാജയപ്പെട്ട സിനിമയാണ്. അപ്പോൾ അത് വർഷങ്ങൾക്ക് ശേഷമാണ് അതിനെ പുതിയ തലമുറ മഴയുമായി കണക്ട് ചെയ്ത്, പാട്ടുകളുമായി കണക്ട് ചെയ്ത്, ജോൺസൺ മാഷിന്റെ പാട്ടുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്ന് മോശമെന്ന് തോന്നുന്നത് ചിലപ്പോൾ നാളെ നല്ലതായിക്കൂടാന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നത് പൊതു നന്മ, അതിന്റെ ഒരു ഈ പറഞ്ഞ അതിന്റെ ഇക്വേഷൻസ്, അതിന്റെ പൊളിറ്റിക്സ്, അതിന്റെ എക്കോളജി ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളൊരു വർക്ക് ഓഫ് ആർട്ടിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ക്രിട്ടിസിസവും റിവ്യൂവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റിവ്യൂ ബോംബിംഗ് എന്നുള്ള പ്രയോഗം പോലും ശരിയല്ല. റിവ്യൂ എന്ന് പറയുന്നത് ആൾക്കാരെ ആ സിനിമയിലേക്ക് അടുപ്പിക്കുന്ന ഒരുതരം പ്രക്രിയയും, ക്രിട്ടിക് എന്ന് പറയുന്നത് ഖണ്ഡന വിമർശനവുമാണ്. വിമർശനവും നിരൂപണവും എന്നുള്ള രണ്ട് വാക്കുകൾ മലയാളത്തിലുള്ളത് തന്നെ അതിനു വേണ്ടിയിട്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ വേ ഓഫ് ഡെലിവറി അങ്ങനെയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഇത് രണ്ട് വേയിൽ, ഇപ്പോൾ ഖണ്ഡനമാണെങ്കിലും മണ്ഡനമാണെങ്കിലും ഇത് രണ്ടും എത്തിച്ചേരുന്നത് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ്. നന്നാക്കി കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക, അല്ലെങ്കിൽ ഇതല്ല ശരി എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കോക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ ചോദ്യം കോക്കിനോട് കൂടി ചോദിക്കുകയാണ്. ഇപ്പോ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കണ്ട് സിനിമയ്ക്ക് പോകുന്നവർ, അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് തന്നെയാണോ അല്ലെങ്കിൽ അത് തന്നെയാണോ ചിത്രം കൺവേ ചെയ്തതെന്നൊക്കെ അറിയാൻ വേണ്ടി കോക്കിന്റെ നിരൂപണം കാണുന്നവരുണ്ട്. അപ്പം ഒരു ഉത്തരവാദിത്വം കൂടിയിട്ടുണ്ടോ? അങ്ങനത്തെ റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ടോ പേഴ്സണലി? റെസ്പോൺസ് രണ്ടും പറയാം. ഒന്ന്, എനിക്ക് നല്ല റെസ്പോൺസിബിലിറ്റി ഇപ്പോഴും ഉണ്ട്. കാരണം എൻ്റെ റിവ്യൂ കണ്ടിട്ട് ഒരാൾ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് വേർത്തായിരിക്കണം. അപ്പോൾ ഞാൻ പക്ഷേ ആളുകൾക്ക് എന്ത് കിട്ടണം എന്ന് നോക്കിയിട്ടല്ല റിവ്യൂ. ഞാൻ ഇപ്പം ചന്ദ്രശേഖർ സാറ് പറഞ്ഞ പോലെ ഇത് വളരെ സബ്ജക്റ്റീവാണ്, വളരെ പേഴ്സണലാണ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അങ്ങനെ ആയിക്കൂടാന്നില്ല. പക്ഷേ എനിക്ക് ഇത്രയും വ്യൂസ് വരാനും ഇത്രയും ആളുകൾക്ക് ഞാനായിട്ട് കണക്ട് ചെയ്യാനും പറ്റുന്നത് മെജോറിറ്റിക്ക് ഫീൽ ചെയ്യുന്നതാണ് എനിക്കും ഫീൽ ചെയ്യുന്നത്. ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടായിരിക്കാം. ഒരു സാധാരണ മനുഷ്യൻ എന്താണ് ഫീൽ ചെയ്യുന്നത് അതാണ് എനിക്കും ഫീൽ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അത് 100% എല്ലാം പറയുന്നത്, പക്ഷേ മെജോറിറ്റി ഫിലിംസും ആൾക്കാർക്ക് എന്താണ് ഫീൽ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാനൊരു സിനിമ കണ്ട് കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള റിവ്യൂസോ മറ്റ് ഫേസ്ബുക്ക് ഒന്നും ഞാൻ നോക്കാറില്ല. ഞാൻ റിവ്യൂ ചെയ്തതിന് ശേഷമാണ് നോക്കുന്നത്. അപ്പോൾ പിന്നീടാണ് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും തോന്നി തന്നെയാണ് കോക്കിനും തോന്നിയത് എന്ന്. ആൾക്കാർക്ക് ആ ഒരു ട്രസ്റ്റ് എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ട് എൻ്റെ റിവ്യൂ കാണുന്നത്. രണ്ടാമത്തെ കാര്യം എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറാണ്. അതായത് ആളുകൾക്ക് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കും, ഞാൻ പറയുന്ന രീതി, എൻ്റെ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷനൊക്കെ ഇഷ്ടമായത് കൊണ്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഒരു സിനിമ ഒരു സിനിമ നല്ലതായാലും മോശമായാലും ഞാൻ പറയുന്ന സമയത്ത് അത് ഇത്രയും ആളുകൾ കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബാഗേജ് എനിക്കുണ്ട്.